ഫ്രണ്ട്സ്, അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഡേ 37 എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ ഇതുവരെ ഇല്ലാത്ത ബിഗ് ബോസ് വീട്ടിന്റെ ഒരു പവർ അധികാരം കൊണ്ടുവരലും ഡെൻ റൂമുകാരെ പൂട്ടിയിടലും അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളും എല്ലാം ലൈവ് നമുക്ക് എന്താ പറയുക, ഒരു വിരസതയില്ലാതെ കാണാൻ പറ്റിയ ഒരു ലൈവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേസമയം തന്നെ 1 hour എപ്പിസോഡ് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ആ വഴക്കും ആ ഡെൻ റൂമിനെ പൂട്ടിയിട്ട് ആ സംഭവ വഴക്കും പിന്നെ അതിനുശേഷമുള്ള ടാസ്കുകളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു. ഞങ്ങൾക്ക് ആസ്വദിച്ച് ഫാമിലിയോട് ഇരിക്കും ആസ്വദിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഈ ടാസ്ക് ഒക്കെ കണ്ടത്. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് 3 ടീമും നന്നായിട്ട് ചെയ്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നമ്മൾ ഇന്ന ടീം കുറച്ച് ഇന്ന ടീം കൂടുതൽ എന്നൊന്നുമില്ല, നന്നായിട്ട് എല്ലാവരും ചെയ്തു. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ജബ്രിയും ജിൻജാനുമാണ്. ഇത് രണ്ടും കോമൺ ആയിട്ടുണ്ടായിരുന്നു, വളരെ മികച്ച. എനിക്കതിൽ ജാൻമണി ജിൻഡോ എന്നുള്ളത് ജാൻമണിയായിട്ട് വന്ന അർജുൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജാൻമണി എല്ലാത്തിലും നന്നായിട്ടുണ്ട്. അതേപോലെ പക്ഷെ അപ്സര ചെയ്ത ജിൻഡോ എന്നുള്ളത് കുറച്ച് കൂടിപ്പോയ പോലെയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു പെയറായിട്ട് നോക്കുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ജാൻമണി എന്ന ക്യാരക്ടർ അർജുന് ഇങ്ങനെ ബാക്കൊക്കെ ഇങ്ങനെ ആട്ടിപ്പിടിക്കുന്നതും ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊക്കി ആട്ടിപ്പിടിക്കുന്നതൊക്കെ കാണാൻ നന്നായിരുന്നു, നല്ല ക്യൂ. പ്രത്യേകിച്ച് അർജുൻ അതിനു വേണ്ടി മേശയും താടിയെല്ലാം എടുത്ത് ഇങ്ങനെ ഷേവ് ചെയ്ത് അർജുനെ നമുക്ക് ആ കോസ്റ്റ്യൂമിൽ കാണുമ്പോൾ തന്നെ ചിരിയാണ്. അത് പിന്നെ ജാൻമണിയുടെ ആക്ഷൻസും ആ ഒരു മാനറിസം ഒക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ജിൻഡോ ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അത് എല്ലാവരും ഈ ജാനുവിൻ്റെ ജിൻഡോ ചേട്ടാ എന്ന് പറയുന്നത് വളരെ ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ജബ്രികളുടെ ജാസ്മിൻ ഗബ്രിയെല്ലാം പൊളിച്ചടുക്കി. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ നെക്സ്റ്റ് ടീമിന്റെ അബിയും നന്ദനയും അത് നന്നായിട്ട് ചെയ്തു പറഞ്ഞാൽ വളരെ നന്നായിട്ട് ചെയ്തു. കുറെ അങ്ങനെ നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം കൊണ്ടുവന്നു. അതാണ് നമുക്ക് ജാസ്മിന്റെ ഒന്നും വിടാതെ അവർ കൊണ്ടുവന്നു. വളരെ നന്നായിട്ട് ആ ഒരു ലവ് കേസും അവരങ്ങനെ ഇരിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും എല്ലാം കൊണ്ടുവന്നു. അതേപോലെ തന്നെ പിന്നെ ടണൽ ടീമിൽ നമ്മുടെ ശ്രീരേഖയും ഗബ്രിയായിട്ടും ജാസ്മിനായിട്ട് വന്നതിൽ അവരത് ഇതുപോലെ ജബ്രികളുടെ എന്ന് പറഞ്ഞിട്ട് അവരത് എടുത്തപ്പോൾ തന്നെ ജാസ്മിൻ പറഞ്ഞു വേണ്ട, കാരണം കഴിഞ്ഞ ദിവസം അത്രയും സംഭവങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഒരുപാട് ഓവറാക്കി ചളവാക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ ടാസ്ക് ചെയ്തത്. അല്ലാതെ വേറെ ഒന്നുമില്ല. കണ്ടന്റ് ഇങ്ങനെ ഈ വീട്ടിനകത്ത് ഒരാളുകളുടെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലുതായിട്ട് ജിൻഡോ ജാൻ ഇതേ കുറിച്ചിട്ടൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകളെ കുറിച്ച് പറയാൻ അങ്ങനെ വേറൊന്നുമില്ല. പിന്നെ ഉള്ളത് നോറ പേഴ്സണൽ സ്പേസ്, പേഴ്സണൽ ഗ്രഡ്ജ് എന്നൊക്കെ പറഞ്ഞ് തനിയെ പോയിട്ട് വർത്താനം പറയുന്ന കുറച്ച് സീൻസേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവരെയൊന്നും എടുത്ത് പറയത്തക്ക വേറെ ഒന്നും നടന്നിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരില്ല. നടന്നിട്ടില്ല എന്നല്ല, നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല. സോ ഇതൊക്കെ ഇവരിങ്ങനെ ചെയ്യുന്നത്, ഇവരുടെ ആക്ടിവിറ്റീസ്, ഇവരുടെ ആക്ഷൻസ് അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ചില സമയത്ത് ജിൻഡോന്റെ ഫേസിൽ എക്സ്പ്രഷനൊക്കെ മാറുന്ന പോലെയൊക്കെ തോന്നി ഇങ്ങനെയൊക്കെ. കാരണം നമ്മളെ പറ്റി വേറൊരാൾ ഇങ്ങനെ അവതരിപ്പിച്ച് കാണുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ ഞാൻ എന്നൊക്കെ തോന്നിപ്പോലെ അതുപോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ അതൊന്നുമില്ല, പുള്ളി കൂളായിട്ട് തന്നെ അതൊക്കെ എടുത്തു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ ദിവസം. അപ്പൊ അതേപോലെ തന്നെ നെക്സ്റ്റ് ടീമിന്റെ നന്ദനയും അബിയും കൂടെ ചെയ്ത ജബ്രികളുടെ പേര് ശരിക്കും പറഞ്ഞ ജാസ്മിൻ ഗബ്രിയുടെ ഒക്കെ ഫേസിലെ എക്സ്പ്രഷൻ തന്നെ കാണണം, ഫ്യൂസ് പോയ പോലെയാണ്. അത് ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സ്കിറ്റൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇവരെ കാണിച്ചപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് തോന്നിപ്പോലെ. അതേപോലെ ഗബ്രിയൊക്കെ ആസ്വദിച്ച് കണ്ടാണ് പെട്ടെന്ന് ആ ചിരിയൊക്കെ മാഞ്ഞു. അതുപോലെ ജാസ്മിനൊക്കെ ഇങ്ങനെ ഒരു ജാസ്മിന്റെ ഈ സിബിൻ കാണിച്ച പോലെ ഒരു സ്ഥായി ഭാവം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കില്ല, അതേപോലെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്തായാലും. പക്ഷെ രണ്ടുപേരും എന്താ പറയാ, നമുക്ക് ആ ഭാഷ പറയാൻ പറ്റില്ല, എന്നാലും രണ്ടുപേരും ഇതുപോലൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ ജബ്രികൾക്ക് ഇനി കിട്ടാനില്ല. എല്ലാവരും അവരെ വെച്ച് നല്ല പോലെ ചെയ്തിട്ടുണ്ട്, ജിൻജാനെ വെച്ച് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തിരി എന്താ പറയാ, ഇത്തിരി കുത്തി കാണിച്ച പോലെ അവർക്ക് രണ്ടുപേർക്കും തോന്നിയേക്കാം. പക്ഷെ അവർ അത്തരത്തിൽ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ഈ വീട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഈ ജോഡികൾ എടുത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവര് രണ്ടുപേരും എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാകും, അയ്യോ ഞങ്ങൾ അത്തരക്കാര് നഹി ഹേ, ഞങ്ങൾ ഇത്രയും നല്ല ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പായി ഇരുന്നതിന് നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, ആ സോഫയുടെ അവിടെ പോകാന്ന് പറയുന്നു, ഈ കോർണറിൽ പോകാന്ന് പറയുന്നു, വാഴത്തോട്ടത്തിൽ കിടന്ന് മറിയുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ നല്ല കുട്ടികളല്ലേ
എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടാണ് രണ്ടുപേരും കൂടി ഇരിക്കുന്നത്. ഏതിരുന്നാലും ഇന്നത്തെ ടാസ്ക് അടിപൊളിയായിരുന്നു. എപ്പിസോഡും അതിലേറെ ഇതുവരെ ഇല്ലാത്ത നമുക്ക് ഫുൾ ടൈം എന്റർടൈൻമെന്റ് എന്ന് പറയില്ല, അതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് വെറുപ്പില്ലാതെ വീട്ടിലെല്ലാവരും ചേർന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.